മുത്തറസൂൽ നൂറുൻ അലാ നൂർ, വെളിച്ചത്തിൻ്റെ മേൽ വലിയ വെളിച്ചാണ്. മുത്തുനബി വെളിച്ചമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് റസൂലുള്ളാഹിക്ക് നിഴല് ഇല്ല. ഏത് വെയിലത്ത് മുത്തുനബി നിന്നാലും മുത്തുനബിക്ക് നിഴൽ എന്നൊരു സംഗതി, വെളിച്ചത്തിന് നിഴലുണ്ടാവുമോ? യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഹബീബിനെ അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചത് വസിറാജം മുനീറ. സിറാജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എന്താ സിറാജിൻ്റെ അർത്ഥം? വിളക്ക് എന്നാണ്. വിളക്ക് സ്വാഭാവികമായും നൽകുന്നത് എന്തായിരിക്കും? വെളിച്ചായിരിക്കും. സിറാജൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, സിറാജം മുനീറ, മാലോകർക്ക് മൊത്തം നൂറ് നൽകുന്ന, പ്രകാശം നൽകുന്ന വെളിച്ചമാണ് മുഹമ്മദ് മുസ്തഫ. അന്താശം സുന്നന്ത ബാദ്റുൻ അന്താനൂറും ഫൗഖാനൂരി അംത മിസ്ബാഹു സുദൂരി യാ നബി യാ റസൂൽ സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ഹബീബായ നബിതങ്ങളെന്ന നൂറ് മുഅ്മിനീങ്ങളെ മഹാത്ഭുതമാണ്. ഹബീബായ നബിയോടടുക്കുന്നവർക്കൊക്കെയും ആ നൂറ് ലഭ്യമാണ്. സഹാബികൾ നബിതങ്ങളെ കണ്ടവരാണ്. ആ കാണൽ കൊണ്ട് തന്നെ നൂറ് ഇഖ്തിബാസ് ചെയ്തവരാണ്. ഹബീബിന്റെ നൂറ് നമ്മിലേക്ക് കിട്ടാനൊരു വഴിയേ ഉള്ളൂ. അത് ഇക്സാറുസ് സ്വലാത്തി അലാ റസൂലില്ലാഹ്, ഹബീബിന്റെ മേലാവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ആവുന്നത്ര സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ വർദ്ധിപ്പിക്കുമ്പോൾ ആ നൂറ് നമുക്കും കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 23 ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിയെന്ന് ഇന്നൊരു സഹോദരി ഒന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വന്നു, ഉസ്താദേ ഞാൻ 23 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ കളവാന്ന് തോന്നാൻ സാധ്യത ഉണ്ട്. ഞാൻ ഇക്കൊല്ലം കൊണ്ട് മാത്രം ചൊല്ലിയതല്ല, ഞാൻ എണ്ണം പിടിച്ച് ഈ അടുത്തായി 3-4 കൊല്ലം കൊണ്ട് ചൊല്ലിയതാണ്. 1 കോടി സ്വലാത്ത് തീർക്കണം എന്നുള്ളതാണ് നിയ്യത്ത്. ദുആ ചെയ്യണമെന്ന് രണ്ടാമത് വന്നിട്ട് എന്നോട് പറയും ചെയ്തു. അള്ളാഹുവേ, അങ്ങനെയൊക്കെയുള്ള മുഅ്മിനീങ്ങളാണ് ഈ ആമീൻ പറയുന്നത്. ഒന്ന് കബൂലാക്കണേ അല്ലാ, ഒന്ന് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ലദ്ദത്താക്കി തരണേ അല്ലാ. ഹബീബായ നബിതങ്ങളോടുള്ള മഹബ്ബത്തിന് ഇത് കാരണമാകണം. നബിതങ്ങളെ സഹാബികൾ കണ്ടതെങ്ങനെയാണെന്നറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് ഒരു നേതാവിനും അങ്ങനെ ഒരു പരിഗണന ഒരനുയായികളും കൊടുക്കണില്ല. ചരിത്രത്തിൽ ഒരു നേതാവിനും അനുയായികൾ കൊടുക്കാത്ത പരിഗണനയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബികൾ നൽകിയത്. അതായത് വെറും ഒരു സാധാരണ മനുഷ്യനായി മുത്തുനബിയെ സഹാബികൾ പോലും കണ്ടിട്ടില്ലല്ലോ. ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് പറയട്ടെ. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഈ പറയുന്നത്. അത് പിന്നെ ദുർബലപ്പെട്ട ഹദീസാണ്, ലഈഫായ ഹദീസാണ്, വാറോലേണെന്ന് പറയാൻ പറ്റൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. മഹാനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ ശത്രുപക്ഷത്തായിരുന്നു. ശത്രുക്കളുടെ പ്രതിനിധിയായി, ഖുറൈശികളുടെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുമായി ഹുദൈബിയ സന്ധി കരാറ് എഴുതിയുണ്ടാക്കിയതിന് നേതൃത്വം നൽകിയത് സുഹൈൽ ഇബ്നു അംറാൻ. കരാറൊക്കെ കഴിഞ്ഞു, ഒപ്പുവെച്ചു. അവിടെയുള്ള രംഗങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഈ സുഹൈൽ ഇബ്നു അംർ ഖുറൈശികളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെല്ലാവരും കൂടി വിളിച്ചു, നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നാണി,
എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? പിന്നീട് സുഹൈൽ ഇബ്നു അംർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെയൊക്കെ സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടാൻ തൗഫീക്ക് തരട്ടെ. ഈ സുഹൈൽ ഇബ്നു അംർ എന്നവർ ഖുറൈശികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി. ഓ ഖുറൈശികളെ, നേതാക്കളെ, പ്രമുഖന്മാരെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. വല്ലാഹി, ഇലാഹായ റബ്ബിനെ തന്നെയാണ് സത്യം. ലഖദ് വഫത്തു അലൽ മുലൂകി, പല രാജാക്കന്മാരുടെ അടുത്തേക്കും നിങ്ങൾ എന്നെ പ്രതിനിധിയായി അയച്ചിട്ടുണ്ട്. വല്ലാഹി വഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി, ഖൈസറിന്റെയും കിസ്റയുടെയും നജാശിയുടെയും ഒക്കെ അടുത്ത് നിങ്ങൾ പല കാരണത്താലും പ്രതിനിധിയായി അയച്ചത് എന്നെയാണ്. എന്നാൽ ഒരു സത്യം ഞാൻ പറയട്ടെ, ഇന്ന് ഹുദൈബിയയിലേക്ക് സന്ധിക്ക് വേണ്ടി അയച്ചതും നിങ്ങൾ എന്നെയാണ്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. എന്നാ ഒരു കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. മുഹമ്മദ് നബിയെ തൻ്റെ അനുയായികൾ മാനിക്കുന്നത് പോലെ, പരിഗണിക്കുന്നത് പോലെ, കൊണ്ടു നടക്കുന്നത് പോലെ ലോക ചരിത്രത്തിൽ പടച്ചോന് ഒരു നേതാവിനെയും അനുയായികൾ കൊണ്ടു നടന്നിട്ടില്ല. ഞാൻ പോയ രാജാക്കന്മാരുടെ അനുയായികളൊന്നും ആ രാജാക്കന്മാരെ അങ്ങനെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ? മുഹമ്മദ് നബിയുടെ മുന്നിൽ അവരിയ്ക്കുമ്പോൾ തോന്നിപ്പോകും അവരുടെ തലയിൽ എന്താ പക്ഷികളുണ്ടോ എന്ന്. നമ്മുടെ തലയിൽ ഒരു പക്ഷി ഉണ്ടെങ്കിൽ അത് പാറാതിരിക്കാൻ എപ്രകാരം തല നമ്മൾ അടക്കി പിടിക്കോ അത്രയും ആദരവിലാണ് ആ മനുഷ്യൻ്റെ മുന്നിലവർ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ആ മനുഷ്യൻ്റെ മുന്നിലവർ ഇരിക്കുന്നത്. ഇനി അതിനേക്കാളുള്ള അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ കാണാത്തൊരു സംഗതി നിങ്ങൾക്ക് കേൾക്കണോ? ഈ മനുഷ്യനെ അവരെങ്ങനെ കാണുന്നറിയോ? ഈ മനുഷ്യനെ അവരെങ്ങനെ കാണുന്നറിയോ? വല്ലാഹി ഇയതനഖം നുഖാമാ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജഹഹു വമാ ബലഗഹു മിൻ ജസദിഹി. ഞാൻ കണ്ടൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആ മുഹമ്മദ് എന്ന മനുഷ്യൻ ഒന്ന് തുപ്പാൻ ഒരുങ്ങിയാൽ അപ്പോഴത്തേക്ക് കയ്യും നീട്ടിവര്. നിങ്ങൾക്ക് പറ്റിയില്ലേ? പറഞ്ഞ പറ്റിയില്ലേ? ആ മുഹമ്മദ് ഒന്ന് തുപ്പാനായിട്ട് ഒരുങ്ങിയാൽ അപ്പോഴത്തേക്ക് ഇവർ കയ്യും നീട്ടി വരികയാണ്. മുഹമ്മദ് തുപ്പിയാൽ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും, അത് ചെന്ന് വീഴുന്നത് ഇവരിൽ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് വന്ന് കയ്യിൽ വീഴുമ്പോഴത്തേക്ക് ഇല്ലാ ദലക ബിഹാ വജ്ഹഹു വമാ ബലഗഹു മിൻ ജസദിഹി, വേഗം അവര് അത് കയ്യിൽ പുരട്ടിയിട്ട് ശരീരാസകരം പുരട്ടാൻ. പഠിച്ചോനെ, അതിനുള്ളൊരു സുഗന്ധത്രൻ. അതിൻ്റെ ഒരു സുഗന്ധം കേൾക്കണോ? കഴിഞ്ഞില്ല. ഇനിയാ മുഹമ്മദെങ്ങാനും ആ മനുഷ്യനെടുക്ക് അംഗസ്നാനം ചെയ്യാൻ നിൽക്കും, ഉളുവെടുക്കാൻ നിൽക്കും. അപ്പോഴത്തേക്ക് അവരൊന്നായിട്ട് അങ്ങ് തടിച്ചു കൂടും. ആ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ പുരണ്ട ആ ഒരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തിക്കും തിരക്കും കൂടുന്നത് ഞാൻ കണ്ടു. പഠിച്ചോനെ, എന്നിട്ട് ആർക്കെങ്കിലും ആ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ സ്പർശിച്ച വെള്ളം കിട്ടിയാൽ ഉടനെ തന്നെ അവരതെന്ത് ചെയ്യും? ശരീരത്തിൽ പുരട്ടും. ചിലരെ ഞാൻ കണ്ടു, അവർ തിക്കിത്തിരക്കിയിട്ട് വെള്ളം അവർക്ക് കിട്ടിയിട്ടില്ല. അവരുടെ പണി എന്താണെന്ന് കേൾക്കണ്ടേ? അഖദ മിൻ ബലലി സാഹിബിഹി, കിട്ടിയവരുടെ നനവിൽ നിന്ന് അവർ വേഗം ഒപ്പിയെടുക്കുകയാണ്, എന്നിട്ട് വേഗം ശരീരത്തിൽ പുരട്ടാണ്. ഇങ്ങനെയായിരുന്നു സഹാബത്തിന് നബിയോടുള്ള സ്നേഹവും പ്രേമവും. കൊല്ലത്തിൽ ഒരു വട്ടം നബിദിനം കഴിക്കുന്ന പണി മാത്രമായിരുന്നു അവർക്ക്? അല്ല. നബിദിനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ അവർക്കെന്നും റസൂലുള്ള ജനിച്ചതിലും റസൂലുള്ളയുമായുള്ള ബന്ധത്തിലും അങ്ങേയറ്റം സന്തോഷമായി നടക്കുകയായിരുന്നു അവർ. നമ്മളെപ്പോലെ കൊല്ലത്തിലൊരിക്കൽ കൊടിയും പിടിച്ച് നടക്കുന്ന പണിയല്ല. അവരാരാ?
അവരാരാ ഹബീബായ നബി തങ്ങൾക്ക് അവർ കൽപ്പിച്ച വിലയെത്രയാണ്? മുഅ്മിനേ, ഹദീസുകൾ അനവധിയാണ്, പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. നബിയും സഹാബത്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഒരാൾ കാർക്കിച്ചു തുപ്പുമ്പോഴത്തേക്ക് കയ്യും നീട്ടി വരണമെങ്കിൽ അയാളോടുള്ള സ്നേഹത്തിൻ്റെ ഊക്ക് ഒരു വെറുപ്പില്ല, അറപ്പില്ല. ഒരാളോട് അതിയായൊരു സ്നേഹവും ഇഷ്ടവും ഇഷ്കും നമ്മളെ കൽബിൽ കയറിക്കഴിഞ്ഞാൽ, രക്തത്തിൽ കലർന്നാൽ, പിന്നെ അയാളുടെ ഒന്നിനോടും ഒരു വെറുപ്പും ഉണ്ടാവില്ലല്ലോ, ഒന്നിനോടും ഒരു വെറുപ്പും തോന്നില്ല. അങ്ങനെയായിരുന്നു സഹാബികൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അതിരറ്റ് സ്നേഹിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആ നൂറ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്വലാത്തിൻ്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം.